അങ്ങനെ ഓണത്തിൻ്റെ തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ രംഗത്ത് കണ്ടിറങ്ങിയിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. രാവിലെ തന്നെ കുറ്റിയും പറഞ്ഞ് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പം അനിയത്തി അവിടെ ഒരുങ്ങി കാത്തൊക്കെയുണ്ട്. ഞങ്ങൾ വണ്ടി കൊണ്ട് ചെന്നിട്ട് വേണം ഓളെ പിക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട്. ഇന്നിപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പുതിയ എടുത്ത ചുരിദാർ കേട്ടോ. വില നോക്കുകയാണെങ്കിൽ മക്കളെ ഞാൻ ഇതുവരെ ഇത്ര വിലൻ്റെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വില നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് തല കറങ്ങും, അങ്ങനെ സാധാരണക്കാർക്ക് തല കറങ്ങും കേട്ടോ. അപ്പോൾ അമ്മാതിരി വില ഉണ്ട്. 1000-ൻ്റെ ഒരു ചുരിദാർ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. 1000-ന് ആ ഒരു 1000 ഉറുപ്പ്യക്ക് ഞാനൊരു 4 ചുരിദാർ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെയാണ് എടുക്കൽ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇതാക്കണ ഇത്ര വിലൻ്റെ എടുത്ത് നോക്കിയത്. ഏതായാലും എന്തൊക്കെ ഉണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അങ്ങനെ ഞാൻ ഇതാക്കണ ഒരു ചുരിദാർ ഉണ്ടല്ലോ, കുറച്ച് ലൂസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി മടക്കി അടിച്ച് കൈയൊക്കെ ഒന്ന് വെട്ടി അങ്ങനെ ഉണ്ടാക്കിയിരിക്കട്ടെ കേട്ടോ. എന്നാലാണ് മേലിട്ടാൽ ഒന്ന് റെഡി ആക്കി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതാക്കണ പാടത്തൊന്ന് നോക്കുകുത്തി പോലെയൊക്കെ നമ്മളെ കണ്ടാൽ. അപ്പോൾ ഒന്ന് റെഡി ആക്കിയിരിക്കട്ടെ. അങ്ങനെ ഇതാക്കണത് വേഗം അടിച്ചെടുക്കുക കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, കൈയൊന്നും വെട്ടിയിട്ടില്ല. പെട്ടെന്നല്ലേ പരിപാടിയില്ല, പോക്ക് പെട്ടെന്നാണ് തീരുമാനിച്ചത്. 2 ദിവസം നിൽക്കാൻ കണ്ടാൽ വിചാരിച്ചെന്ന്. പക്ഷേ 2 ദിവസം നിൽക്കാൻ കഴിയൂലല്ലോ, തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമല്ലോ. അപ്പം പോയിട്ട് പോരാന്നാണ് വിചാരിച്ചത്. രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് പോരാന്നാണ് വിചാരിച്ചത്. ഇതാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് വാങ്ങിയ ഒരു ചുരിദാർ കേട്ടോ. അതാണെങ്കിൽ ഒരു മഞ്ഞയാണോ ഓറഞ്ചാണോ അങ്ങനത്തെ ഏതോ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇത് രസമുണ്ട് പറഞ്ഞപ്പോൾ അത് അങ്ങനെ എടുത്തതാണ്. ഈ ഒരു കളറൊന്നും ഇല്ല കേട്ടോ. ഈ പച്ച മഞ്ഞൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ എടുക്കലുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കളർ എടുത്തത്. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങോട്ട് അടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നൂല് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കടിച്ചിങ്ങോട്ട് മുറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ കൈ ഇത്തിരിയും കൂടി വെട്ടണമെന്നും നേരമില്ലാത്തത് കൊണ്ട് ഒറ്റ അടിയണ്ട് അടിച്ചിട്ട് ആ ഒരു പരിപാടി അവിടെ കൊണ്ട് തീർത്താട്ടോ. അല്ലെങ്കിൽ പിന്നെ അയിമ്മ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വെട്ടലും കഷ്ണിക്കലൊന്നും വേണ്ട, ഇതിങ്ങനെ അടിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് വേഗം അങ്ങോട്ട് പോകാമെന്നുള്ളത്. അല്ല, അവനാൻ്റെ പെരേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് എല്ലാ പരിപാടികളും പെട്ടെന്നാവും. അങ്ങനെ അവിടുന്ന് രാറ്റിയും പറഞ്ഞ് ഞങ്ങൾ വേഗം വിട്ടുവിട്ടു. അനിയത്തിനെ പോയി കൊണ്ടുവന്നു. പിന്നെ കൂടെ തന്നെ ഇടവണ്ണ കൂടാണ്ട് പോയിട്ട് പിന്നെ നമ്മൾ അകമ്പാടത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വിരുന്ന് വരുന്ന കാഴ്ച പോയി കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരത്തൊക്കെ അല്ലേ വരിക. അപ്പം നമുക്ക് വരാൻ കൂടാത്തതുകൊണ്ട് ഓക്കും കൂടിയിട്ടില്ല, അതേപോലെ തന്നെ അമ്മക്കും കൂടിയിട്ടില്ല. അപ്പോൾ പിറ്റേന്നാണ് വരുന്നത്. അപ്പോൾ അമ്മ ഇതാക്കണ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വലിയച്ഛൻ്റെ വീട്, ഇവിടെ ആരുമില്ല. ഞങ്ങളെല്ലാവരും കൂടി മക്കൾ രണ്ടാളും ബൈക്കിലെ പേരക്കുട്ടികളുമാണ് ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഡ്രൈവറുണ്ട്. അപ്പം അങ്ങനെ ഇനി പോയതായാലും വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഞങ്ങളെ വർത്തമാനങ്ങളും കാര്യങ്ങളും തമാശയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതാക്കുന്ന 2 ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിലാക്കിയാൽ നിങ്ങൾക്കും ചിലപ്പം ബോറാവും. അത് വിചാരിച്ചിട്ട് ഞാൻ 2 വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഇതാക്കണം. അമ്മ ഇവിടെ എത്തിയപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറും കൂടി ഉണ്ട്. അപ്പം നേരത്തെ കാലത്ത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എന്നാലല്ലപ്പോൾ നമ്മളോട് വർത്താനം പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ചെല്ലണേൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ പാടായി സമാധാനമായിട്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ചായയും കാച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കടി കൊണ്ടുവന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ കേട്ടോ. അമ്മ ചായ ഉണ്ടാക്കി തിളപ്പിച്ച് അരി ഇങ്ങനെ വെച്ചതായിരുന്നു ചെന്നപ്പോത്തിന് ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്ന പാടെ കുറച്ച് ആൾക്കാർക്ക് നല്ല പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൈപ്പ് ഇതാക്കണ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നല്ല പൈപ്പല്ലേ. അപ്പം കണ്ണന് പോകുകയാണ്, ട്രിപ്പ് ഉണ്ട് കാരണം പോയി. പിന്നെ വൈകുന്നേരം നമ്മളെ കൂട്ടാനേ വരുള്ളൂ. അങ്ങനെ കുഞ്ഞാറ്റയും കണ്ണനും ഇതൊക്കെ അപ്പം തന്നെ ചോറുന്നു. ആ ഒരു 11 മണിക്ക് തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും തിന്ന് ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ടോ. ബിസ്ക്കറ്റും ചായ ഉണ്ടായിരുന്നു. ആ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇരിക്കണത്. ഇനി ഏതായാലും ഒരു 1-1.5 ഇരുത്തുണ്ടാവും കേട്ടോ. ഇരുത്തം വർത്താനം ഇതൊക്കെ തന്നെയാണ് ഇനി വൈകുന്നേരം വരെ കാണിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നു കേട്ടോ. അവിടെ അമ്മ ഉണ്ട്, അവിടെ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പം മാളവിക നമ്മളെ ഉണ്ണിമോളും ഉണ്ട് അവിടെ ഇരിക്കണം. നമുക്ക് ചോറ് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, എല്ലാവരും തിന്നുമ്പലും മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മേൻ്റെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ കാണാം. അതിൻ്റെ അടുത്ത് ഇല്ല, അത് കേടം നിൽക്കണം. അമ്മ നാളെ തന്നത് അജ ഇവിടുന്ന് വാങ്ങിയതല്ലേ, അത് നല്ലതാ. കളിച്ചാർക്കാനല്ല ഞാൻ കൊണ്ടുപോകും. എന്ന് പോയായിരുന്നു. എന്തിനാണ് ലോഡ് കണക്കിന് ചോറ് എടുത്തുക്കണത്? പിന്നെ
ഓരൊക്കെ കൊഴങ്ങി അണ്ണ 2 ചിക്കൻ റോള് നിന്ന് അമ്മൻ്റെ കഥ കേട്ടില്ല. ഞങ്ങൾക്ക് ഇതാ ചായ തരുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടാക്കാൻ പറ്റുമോ അവിടുന്ന് അതും കൂടി നുള്ളിപ്പൊറുക്കണ പണിയാട്ടോ. അപ്പം ഹോട്ടലിൽ നിന്ന് ഒരു പഴയ ഒരു ചട്ടി നമ്മളെ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കാ വേണ്ടി വെച്ചാൽ ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അണിക്കാണ് നറുക്ക് വീണത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അനിയത്തിക്ക് വേറെ ഉണ്ട് കാരണം അപ്പം ഇജ്ജ് കൊണ്ടേക്കോന്നും പറഞ്ഞപ്പോൾ ഞാനെടുത്തു. അങ്ങനെ ഒരുപാട് അമ്മൻ്റെ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരുപാട് ചട്ടിയുണ്ട്. പക്ഷെ നല്ല ചട്ടിയാവും കേട്ടോ. കുറേ കാലം ഹോട്ടലുകാർ ഉപയോഗിക്കില്ല. വേവേം പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കും. അപ്പോൾ ഇങ്ങനെ ചട്ടി കാര്യങ്ങളൊക്കെ വേവേം മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി വെക്കണത് നമുക്ക് കൊണ്ടുവന്ന് തരും. എൻ്റെ അടുത്തുണ്ട് ഒരു 3-4 ചട്ടി ഇപ്പോൾ അമ്മ കൊണ്ടുവന്നിട്ടാണ്. കുറച്ച് നല്ല എൻ്റെ അടുത്ത് നമുക്കിപ്പോൾ അധികം പരിപാടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാടം കാണാനിറങ്ങി. മീൻ കുളം അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാനിറങ്ങി. അപ്പോൾ ഇതാണ് നമ്മളെ പാടവും പറമ്പും. നമ്മളേന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളതാണ് ഇതൊക്കെ പാടേന്നുള്ളത്. നമുക്ക് ആകെപ്പാടം അതിലൊരു 3 സെൻറ്റേ ഉള്ളൂ. അത് നമ്മൾ വീട് നിൽക്കണ ആ ഏരിയ മാത്രമാണ് കേട്ടോ. ഇതൊക്കെ അപ്പം അക്കരെ ഒരു മുതലാളിമാരുണ്ട് ഓലതാണ്. അപ്പം ഞാൻ ഉണിക്കാം മീനുണ്ടല്ലോ. എടാ റീതുവാ ഇതിവിടെ ആവാൻ നോക്ക്. മീന് നിറച്ചുണ്ടടാ അവിടെ നോക്കടാ. വരിക്ക് പോണോക്കെ എത്ര നോക്കിയത് ഒരാളപ്പം അങ്ങനെ പോണതോ. കണ്ണചുട്ടി പോയി ഇപ്പം. അങ്ങനെ ഒരു വീണും നീച്ചൊക്കെയാണ് പാടത്ത് കൂടെ അങ്ങോട്ട് പോണത് കേട്ടോ. ഞാൻ ആ ഒരു പാവാട കുടുങ്ങിയാണ്ട് പാൻറ്റ് കുടുങ്ങിയാണ്ട് അങ്ങോട്ട് വീണതാണ് അവിടെ. ഭാഗ്യത്തിന് പോണൊന്നും പൊട്ടിയില്ല. ചളിക്കും അല്ല വീണത്. അങ്ങനെ അവിടെ നിന്ന് നീച്ച് പോകുന്നതാണ്. പിന്നെ ഒരു ജാതിക്ക പൊട്ടിച്ച്. ഇളം ജാതിക്ക നല്ല രസമാണ് തിന്നാനായിട്ട്. ഉപ്പും കൂട്ടി തിന്നാനായിട്ട് നല്ല രസമാണ്. പിന്നെ ജാതിക്ക അച്ചാറിടുമല്ലോ അല്ലേ, അത് വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇളം ജാതിക്ക പൊട്ടിച്ചിട്ട് തിന്നാൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ ചോദിച്ചാണ് പാടത്ത് കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ പണ്ടൊക്കെ നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലുണ്ടാക്കിയ പാടങ്ങളെയൊന്നും എമ്പാടും ഞങ്ങളെ ചുറ്റോറം പറയുന്ന പാടം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തെങ്ങ് കവുങ്ങ് ജാതി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതൊന്നും നമ്മളതല്ല. അത് പ്രത്യേകം ഞാൻ പറയണത് ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പാടത്ത് കൂടെയൊക്കെ അതൊക്കെ പണ്ട് കുറേ നടന്നതല്ലേ നമ്മൾ ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നതല്ലേ ഞണ്ടിന് അതേപോലെ തന്നെ മീനിനെയൊക്കെ പിടിച്ച ട്രാക്ടറിൻ്റെ ബാക്കിൽ കൂടെയൊക്കെ രസമായിരുന്നു പണ്ടത്തെ കാര്യം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 മറ്റേ കൊടുമ്പുളിയില്ലേ, കൊടുമ്പുളീൻ്റെ മരമുണ്ട്. അപ്പോൾ അതും വന്ന് കൊടുമ്പുളി ചാടിക്കണമെന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ചാടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പോന്നു. പിന്നെ ഞങ്ങൾ പോയത് വീട്ടിൽ കയറി കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇതാക്കണം നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് വന്നത്. ഇവിടെ ഇരിക്കുക, ഇവിടെ നല്ല സുഖമാണ് കാറ്റാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ ഇതാക്കണം ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് വീഡിയോ എടുക്കാനാണല്ലോ പോകുന്നത് തന്നെ. അപ്പോൾ വീഡിയോ കൊടുത്തു. അമ്മ ഇതാക്കണം ഇങ്ങനെ നടക്കാം. നമുക്ക് 2 ദിവസം ലീവ് ഉണ്ട് കേട്ടോ. ഓണത്തിൻ്റെ അന്നും പിറ്റേന്നും നമുക്ക് ലീവാണ്. ഉത്രാടം വരെ അമ്മ പോയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് പണിക്ക്. അപ്പോൾ ഞങ്ങൾ വരുന്ന ഇനിയിപ്പം ഞായറാഴ്ച ഹോട്ടലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അമ്മ പണിക്ക് പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ നിൽക്കാതാണ് ഞങ്ങൾ വേഗം പോയിട്ട് പോരാമെന്ന് വിചാരിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ബാഗ് കൂടെ നടക്കുകയാണ്. ഇവിടെ പണ്ട് ഓഡിറ്റോറിയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ റാട്ടപ്പേരയായിരുന്നു. നമ്മളെ റബ്ബർ പാല് അങ്ങനെ അടിക്കില്ലേ, ഷീറ്റ് അടിക്കുന്ന ഒരു വീടായിരുന്നു. പിന്നെ അവിടെ ഒന്ന് കാണുന്നത് ഇപ്പോൾ ഫ്ലാറ്റുകളും കാര്യങ്ങളാണ്. ഒരു 3-4 നിലയിലെ ഫ്ലാറ്റ് ലോഡ്ജും കാര്യങ്ങളായിരുന്നു. പണ്ട് അവിടെ ഒരു സിനിമ ഹാളായിരുന്നു കേട്ടോ. രജനി തിയേറ്റർ പറഞ്ഞൊരു സിനിമ ഹാളായിരുന്നു. അപ്പോൾ സിനിമ ഹാളിൻ്റെ തൊട്ട് താഴത്താണ് നമ്മളെ. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ഓർമ്മയൊക്കെ ഇത് ഈ പണ്ടൊന്നും ഇങ്ങനെ അല്ലേന്നു, ഇത് കൂടെ തോടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ പാടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഓർമ്മ വരലില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പാടയെന്ന് പറഞ്ഞാൽ ഫുള്ള് ചളി കുളം ചപ്പിളി ഇത് കുറേ മണ്ണിട്ട് പൊന്തിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വാങ്ങിയ ആൾ കുറേ മണ്ണിട്ട് പൊന്തിച്ചു. എന്നിട്ട് ഇതാക്കണം ഇവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയെന്ന്. പക്ഷേ നമ്മളെ വീട്ടിലേക്ക് പണ്ടൊക്കെ നമ്മളെ വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ കുറേ ഒരു തോട് കിടക്കണം, ഒരു കിണർ കിടക്കണം, പിന്നെ കുറേ തെങ്ങുകൾ കിടക്കണം. അതിൻ്റെ തെങ്ങിൻ്റെ ഉള്ളിലായിരുന്നു നമ്മളെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുന്നത് നമ്മളെ അമ്മേൻ്റെ ഹോട്ടലാണ്. അമ്മ പണിയെടുക്കുന്ന ഹോട്ടലാണ്. തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു എടായി നമ്മളതാണ് കേട്ടോ. അതുള്ളൂ റോഡ്.
അപ്പം അമ്മ ഇതാക്കണം അമ്മ അനിയത്തിയൊക്കെ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ചോറ് നല്ല ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറ് അവിടെ കണ്ടിട്ട് നമുക്ക് ആർക്കും സഹിക്കണില്ല. അമ്മ ചോറ് തിന്നാൻ പോട്ടെ, സമയമൊന്നും ആയിട്ടില്ല, എന്നാലും ചോറ് തിന്നാൻ പോട്ടെ കേട്ടോ. പിന്നെ ആങ്ങളെയുണ്ട്, ആങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അച്ചു ഇവിടെ ഉണ്ടായിരുന്നു, റിച്ചുവിനെ കാണാനില്ല, ഓൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇതാക്കണം നമുക്ക് ഫോണും കാര്യങ്ങളും ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും അല്ലേന്ന്, നമ്മളെ വീട് ഇങ്ങനെയല്ലേന്ന്, വീടിൻ്റെ ചുറ്റുഭാഗം അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര മാറ്റങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു മതിലും കാര്യങ്ങളൊന്നുമില്ല, നിരന്ന് നിന്ന് എന്തോരം പൊന്തിന്ന്. അപ്പം നമ്മളെ വീട് താഴ്ചയിലും റോഡ് പൊന്തലിലും ആയിപ്പോയി. അപ്പോൾ കുറേ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഇതാ ഫോട്ടോ എടുക്കാനോ ക്യാമറയോ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്നിപ്പോൾ തിന്നാനും കുടിക്കാനും തന്നെ അല്ല, പിന്നെ അപ്പോൾ അത് ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ വേറെ എന്തിനൊക്കെ ഇല്ലേ. ആകെ നമ്മളെ ഫോട്ടോ എടുക്കുന്നത് സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമല്ലോ, അങ്ങനെയാണ് ഫോട്ടോ എടുക്കൽ. അല്ലാതെ ഇപ്പം നമ്മൾ പോയാണ്ട് ഇപ്പോഴത്തെ പോലെ ഒന്നും ഫോട്ടോ എടുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നീക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, പിന്നെ ഒന്ന് ഹൈപ്പും കൂടി അടിച്ചോളി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ, നമ്മൾ വിരുന്ന് പോയ വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്ന ഒരു 11 മണി മുതൽ ഒരു 4, 4:30, 5 മണി വരെ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. ആ ഒരു വിശേഷങ്ങളാണ് ഇനിയുള്ളത്. അങ്ങനെ വലിയൊരു ചോറീറ്റിയും കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ അതിന് എന്തൊക്കെയോ നുള്ളി കുറച്ച് ഉണ്ടാക്കിയെന്ന്. അപ്പം ഇതാകണ ഒരു കീസ് കൊണ്ടാകാനുണ്ട്. ഞങ്ങൾ കയ്യും വീശിയാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അമ്മൻ്റെ 2 മരുവന്മാർക്കില്ല ചോറ് വരെയാണ് ഇപ്പം ഒക്കെ സഞ്ചിയിൽ പോയോണ്ടിരിക്കണം കേട്ടോ. അപ്പം മക്കൾ മാത്രം നിന്നാൽ പോരല്ലോ, മരുക്കൾ നിന്നണ്ടേ. അപ്പോൾ ഓൽക്കും കൂടി ചോറ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് 2 ആക്കില്ല ചോറ് ഇതാക്കണം അവിടെ കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ അനിയത്തി ചെടിയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ടെന്ന്. അപ്പം അങ്ങനെ ചട്ടിയുണ്ട്, പാത്രം, അങ്ങനെ എന്തൊക്കെയോ സാധനം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് ബേക്കറി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളതെന്ന്. ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളായി. ഇനിയിപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഒരു 4, 4:30 ആയപ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ ചോദിച്ചാൽ അമ്മൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുക കേട്ടോ. ഇവിടെ വന്നാൽ അവിടെ പോകണം. അവിടെ അമ്മൻ്റെ വീട്ടിലൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ആരല്ല ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു 8-10 വീട് നമ്മളെ സ്വന്തം തന്നെയാണ്. പിന്നെ അമ്മൻ്റെ അച്ഛനും അമ്മയൊന്നുമില്ല, അവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മൻ്റെ അനിയത്തി ഉണ്ട്, 2 അനിയത്തിയാളുണ്ട്, അമ്മക്ക് ചെറിയമ്മ ഉണ്ട്, പിന്നെ എൻ്റെ ചെറിയച്ഛൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ വീട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങണം. അതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ. അപ്പം ഞങ്ങൾ പോകാൻ നോക്കട്ടെ. ഇതാണ് ഞങ്ങളെ വീട്ടിലേക്കില്ല ഏകപ്പാട വഴി. ഈ ഒരു റോട്ടിൽ കൂടെ പോയാലാണ് ഒരു 3 അടി റോഡുണ്ട്, വഴിയാണ്, ഇടനാഴി. അപ്പോൾ ഇത് കൂടെ പോയാലാണ് നമ്മളെ വീട്ടിലേക്ക് എത്തുക. പിന്നെ എത്തുന്നത് ഇത് കൂടെ കയറി ഇങ്ങനെ എത്തുന്നത് NK ഹോട്ടലിലേക്കാണ്. അവിടെയാണ് അമ്മ പണിയെടുക്കുന്നത്. കാലങ്ങളോളായി അമ്മ അവിടുത്തെ തൊഴിലാളിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ. കുറേ ദൂരമൊന്നുമില്ല, അതുകൊണ്ട് വലിയ വിഷയമില്ല, ഒരു പേടിയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെയാണ് ആ സിനിമകൾ നിന്നത് കേട്ടോ. എളുപ്പമായിരുന്നു നമ്മളെ വീട്ടിലേക്ക് നല്ലപോലെ ഒച്ചയും വിളിയൊക്കെ കേട്ടുന്ന ആ സിനിമകളെന്ന്. ഇപ്പൊക്കെ ഭയങ്കരമായിട്ട് ഒന്നുമില്ലല്ലോ, ഇപ്പോൾ ഒരു നിശബ്ദമാണല്ലോ അതും. അപ്പോൾ വണ്ടി കാത്തുതാക്കണ്, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. വണ്ടി ഓട്ടോറിക്ഷ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. അപ്പോൾ അമ്മ ഇതാക്കണം എന്തൊക്കെയോ മലയാളീനോട് പറയുന്നുണ്ട്. ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹോട്ടലിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങല്, നമ്മളെ വീട്ടിലേക്ക് പോകല്. ഇന്നിപ്പോൾ അമ്മക്ക് ലീവായതുകൊണ്ട് ഹോട്ടലിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം.